വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യൻ റോഡുകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഹിമാലയന്റെ സെക്കൻഡ് ജനറേഷനായ ഹിമാലയൻ 450 ആണ്. ഈ വണ്ടിയെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ പവർഫുൾ ആയ എന്നാൽ ഒരുപാട് ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇന്ത്യൻ റോഡ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വാഹനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ റോഡിൽ കൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ഈ റോഡിൽ കൂടെ ഏകദേശം ഒരു 7 കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും ആവുന്ന ആ ഒരു സൈലന്റ് വാലി എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഉള്ളത്. ഈ റോഡിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുവാണെങ്കിൽ അത്യാവശ്യം ട്രയൽസും കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് ഒരു ചെറിയ മിനി ഓഫ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. നമ്മളിതേ സൈലന്റ് വാലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. ഈ കാണുന്ന റോഡൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് മുന്നേ വന്ന റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് നല്ല രീതിയിൽ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി തന്നെയാണ് വന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, അതാണ് മിസ്റ്റർ പുലിമല. പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതിൽ വന്നേക്കുന്ന ഒരു അടിപൊളി സസ്പെൻഷനാണ്. ഷോവയുടെ 43 mm ലോങ് ട്രാവൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വന്നിരിക്കുന്നത് സ്പോക്ക് വീലുകളാണ്. നമ്മൾ പഴയ ഹിമാലയൻ, അതായത് ജനറേഷൻ 1 ഹിമാലയനെ അപേക്ഷിച്ച് 4 കിലോഗ്രാം കുറവും കൂടെ ഉണ്ട്. നല്ല രീതിയിലുള്ള സസ്പെൻഷൻ നമുക്കത് റൈഡ് ചെയ്യുമ്പോഴും ഈവൻ പില്ലിയനും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷെർപ്പാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. വലിയ വലിയ പർവ്വതങ്ങൾ, അതായത് എവറസ്റ്റ് പോലത്തെയുള്ള വലിയ പർവ്വതങ്ങളെല്ലാം കീഴടക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ പോകുന്ന ഗൈഡുകൾ, അവരെപ്പോഴും ഷെർപ്പ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, അവർക്ക് സാധാരണ ആളുകൾ എടുക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജനേക്കാളും വളരെ കുറഞ്ഞ അളവ് ഓക്സിജനിൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സൂപ്പർ ഹ്യൂമനായിട്ടാണ്. അതുപോലെ തന്നെയാണ് എന്താ പറയുക, നമ്മുടെ ഈ വണ്ടിയുടെ എൻജിനെ അവർ പേരിട്ടിരിക്കുന്നത് ഷെർപ്പ എന്നാണ്. എത്ര ആൾട്ടിറ്റ്യൂഡ് കയറിയിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള മിസ്സിങ്ങും ഇല്ലാതെ അടിപൊളിയായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി ഈ വാഹനത്തെ ഒരു ഷെർപ്പ എഞ്ചിൻ എന്നല്ലെങ്കിൽ ഷെർപ്പ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അത്രയും മാത്രം നല്ല രീതിയിലുള്ള ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫ്യൂവൽ എക്കണോമിയും നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പഴയ ഹിമാലയയിൽ നിന്ന് ഈ ഒരു വണ്ടിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 4 കിലോയുടെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വാഹനം നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഹൈവേസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 140 നമുക്ക് ഈസി ആയിട്ട് ഈ വാഹനം ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഓൺ റോഡിലും ഓഫ് റോഡിലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ഈ പുതുതായിട്ട് ഇറക്കിയ ഹിമാലയൻ 450 നിന്ന് കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിന്റെ ലുക്സിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ്
ഞാൻ ഈ വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ കണ്ട് ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇവൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഹൈ എൻഡ് ആണ്. ഫ്രണ്ടും ബാക്കും സ്പോക്ക് വീൽസ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളറിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോക്ക് വീലാണ് വന്നിരിക്കുന്നത്. റോഡൊക്കെ കയറി വരുന്ന സമയത്ത് സീരിയസ്ലി നമ്മൾ ഒരു കുറച്ച് നേരം നിന്ന് നമ്മൾ നോക്കിയപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആണ്. നല്ല എന്താ പറയുക, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഏകദേശം 1 വീക്ക് നമ്മുടെ അടുത്ത് ഈ വാഹനം ഉണ്ടായിരുന്നു. എനിക്ക് ഈ വാഹനം എടുത്തു കഴിഞ്ഞ ആ നിമിഷം മുതൽ ഈ ഒരു സമയം വരെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് വളരെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തു, നല്ല രീതിയിൽ എൻജിനീയറിങ്ങിലൂടെ അതുപോലെ വളരെ നല്ല രീതിയിൽ R&D ടീം ഒരുപാട് പണിപ്പെട്ടുണ്ടാക്കിയ ഒരു മോഡലാണ് ഈ വാഹനം എന്നെനിക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. നല്ല രീതിയിൽ ഓഫ് റോഡ് അതുപോലെ ഓൺ റോഡ് പെർഫോമൻസ് നമുക്ക് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഒരു ഓൺ റോഡ് ഓഫ് റോഡ് പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത് എന്ന് ഞാൻ മസ്റ്റായിട്ടും പറയും.